കാസർഗോഡ് മോഷണക്കുറ്റത്തിൽ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും രംഗത്ത്. ഭർത്താവിനെയും ഭർത്താവിന്റെ കുടുംബത്തെയും ആൺ സുഹൃത്തിനെയും അടക്കം ചോദ്യം ചെയ്യണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പലതരത്തിലുമുള്ള ദുരൂഹതകളും സംശയിക്കുന്നതായി ആക്ഷൻ കമ്മിറ്റി അംഗം ജാഫർ പറയുന്നു. കാസർഗോഡ് നിന്ന് രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മാനസിക പ്രയാസമുണ്ടാവുകയും ജീവനൊടുക്കുകയും ചെയ്ത കാസർഗോഡ് നാലന്തടക്കയിലെ ജസീലയുടെ മരണത്തിൽ വലിയ തരത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാരും ബന്ധുക്കളും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പലതരത്തിലുള്ള വ്യക്തതക്കുറവ് ഈ വിഷയത്തിലുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി അംഗമായ ജാഫർ ചേരുന്നുണ്ട്. ജാഫർ, എന്താണ് നിങ്ങൾക്കൊരു അവ്യക്തതയോ സംശയം ഈ സാഹചര്യത്തിൽ? ചിത്രീകരിച്ച വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ ആ വീഡിയോയിൽ കുട്ടി വ്യക്തമായിട്ട് പറയുന്നത് ഞാനത് എടുത്തിട്ടില്ല, എടുക്കാത്ത സ്വർണം ഞാൻ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടതെന്നാണ് ആ കുട്ടി ചോദിക്കുന്നുള്ളത്. ആ ചോദ്യമാണ് ഇപ്പോഴും ഞങ്ങൾക്ക് മുമ്പിലുള്ളത്. നമ്മളെ ഇങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് ആ കുട്ടി എന്തായാലും സ്വർണം എടുത്തിട്ടില്ല, അതിൽ ഞങ്ങൾക്ക് സംശയമില്ല. ജസീല എന്തായാലും അങ്ങനെ ഒരു സ്വർണം എടുത്തിട്ടില്ല, അവിടെ അങ്ങനെ ഒരു സ്വർണം കണ്ടിട്ട് പോലുമില്ല. അങ്ങനെയാണെങ്കിൽ സ്വർണം എവിടെ പോയി, ആരാണ് ഇതെടുത്തത്? ഇതിന് പിന്നിൽ ഒരുപാട് ഗൂഢാലോചനകൾ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 9.5 പവൻ ഉണ്ടായിട്ടുണ്ടോ, 9.5 പവനാണോ മിസ്സായത്, അല്ല അതിൽ കുറവാണോ മിസ്സായത്, ഇതിലൊക്കെ ഒരുപാട് വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ സ്വർണം എടുത്തത് ഒന്നുകിൽ ഈ ആരോപണം ഉന്നയിച്ച അതേ വീട്ടുകാർ തന്നെ ആയിരിക്കാം, അവരുമായി ബന്ധപ്പെട്ടവർ തന്നെ ആയിരിക്കാം. അതിൽ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഭർത്താവും ഈ സുഹൃത്ത് എന്ന് പറയുന്ന പയ്യനും കൂടി എന്താണ് ബന്ധമുള്ളത്? ഈ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തി ഭർത്താവിന് വാട്സപ്പിൽ, ദുബായിലുള്ള ഭർത്താവിന് വാട്സപ്പ് മെസ്സേജ് ഇടാനും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള അത്രത്തോളം ബന്ധങ്ങളുണ്ടോ? അവർ തമ്മിൽ എന്തെങ്കിലും പ്ലാനഡായിട്ട് ചെയ്ത കാര്യമാണോ ഇങ്ങനെ ഒരു മോഷണക്കുറ്റം ആരോപിച്ചത്? അതിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് കുടുംബത്തിനും നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ശക്തമായ ഇടപെടലുകൾ ഞങ്ങൾ നടത്തും. അന്വേഷണം ഇപ്പോൾ നേരായ രീതിയിൽ പോകുന്നുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്, ശരിയായ രീതിയിൽ പോകുന്നുണ്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തെങ്കിലും അന്വേഷണത്തിൽ വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വരുന്നുണ്ടെന്നല്ല, വരുന്ന സാഹചര്യം ഉണ്ടായാലും ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. തീർച്ചയായും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ജസീലയുടെ ജീവനൊടുക്കലിന് ശേഷം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ വ്യക്തത വേണം. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ബന്ധുക്കളും ഒക്കെ ആവശ്യപ്പെടുന്നത്. കാസർഗോഡ് നിന്നും ക്യാമറമാൻ ഇന്ദ്രജിത്ത് അമ്പാടിക്കൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.